ഹായ് ഗായ്സ്, അപ്പോൾ ബിഗ് ലേണിങ്ങിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലൂയിഡ് ഡൈനാമിക്സിൻ്റെ കുറച്ച് പോർഷൻസ്, നമ്മുടെ ബെർണോളിസ് തിയറം എങ്ങനെ വന്നു, അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസായ വെഞ്ചുറി-മീറ്റർ, ഒരു ഫൈസ് മീറ്റർ, പിറ്റോ ട്യൂബ്, അതൊക്കെ നോക്കി. ഇനി നമ്മൾ അതിൻ്റെ കുറച്ച് MCQ ഡിസ്കഷൻസ്, അതായത് മുന്നേ ചിലതൊക്കെ കുറച്ച് ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മൾ AE ലെവലിലും പിന്നെ അതുപോലെ തന്നെ ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ്, അതായിരിക്കും നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെക്ഷൻ, അതായത് MCQ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ ഫ്ലൂയിഡ് ഇൻ വിച്ച് പ്രഷർ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സ് ഈസ് കൺസിഡേർഡ്. ഞാൻ നേരത്തെ ഒരു ടെക്നിക്ക് പറഞ്ഞിരുന്നു അല്ലേ, അതായത് എന്താണ് FGPVTC. ഇതിൽ C, അതിൽ RNE എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നു. C കട്ട് ചെയ്യുകയാണെങ്കിൽ R, അതാണെങ്കിൽ എന്താണ് റെയ്നോൾഡ്സ് നമ്പർ. ഇനി ഞാൻ T ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ N, നേവിയർ സ്റ്റോക്ക് ഇക്വേഷൻ. ഇപ്പോൾ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? പ്രഷർ ഫോഴ്സ് ഉണ്ട്, വിസ്കസ് ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ പ്രഷർ ഫോഴ്സ് ഉണ്ട്, വിസ്കസ് ഫോഴ്സ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്ന് മാത്രം വരുന്നെങ്കിൽ എന്താണ് ആ ഇക്വേഷൻ? ഏതാണ്? നേവിയർ സ്റ്റോക്ക് ഇക്വേഷൻ. നേവിയർ സ്റ്റോക്ക് ഇക്വേഷനാണ് അതിൻ്റെ ആൻസർ. ഇത് മുന്നൊരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What happens to potential energy per unit volume of a fluid as it moves from a higher elevation to a lower elevation according to Bernoulli's theorem? അതായത് ബെർണോളിസ് തിയറം അനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം. അതായത് P/ρg + V²/2g + Z. ഈ Z ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയാം. അതല്ല എങ്കിൽ എനിക്ക് എന്തെന്നും പറയാം? ഡേറ്റം ഹെഡ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഹെഡ് എന്ത് സംഭവിക്കും? അസ് ഇറ്റ് മൂവ്സ് ഫ്രം എ ഹയർ എലിവേഷൻ ടു ലോവർ എലിവേഷൻ. ഹയർ എലിവേഷൻ നിന്ന് ലോവർ എലിവേഷനിൽ വരുമ്പോഴത്തേക്കും ഈ ഇസഡിന് എന്ത് പറ്റൂടാ? ഇതല്ലേ നമ്മുടെ ഡേറ്റം. ഇങ്ങനെ പോകുന്നു, ഇതാണ് എൻ്റെ ഗ്രൗണ്ട്. ഓക്കെ, ഈ ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ, ഡേറ്റം ലൈൻ ഇവിടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതാണ് എൻ്റെ Z1, ഇതെൻ്റെ Z1, ഇതെൻ്റെ Z2. സോ എന്ത് പറ്റി? ഇതും എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു അല്ലേ? ഇറ്റ് ഡിക്രീസസ്. അപ്പോൾ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ബെർണോളിസ് തിയറം വിച്ച് ടേം റെപ്രസെൻറ്റ്സ് ദ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ്? എന്താടാ? കുറച്ച് ട്രിക്കിയാണ്. അതായത് പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി, വെലോസിറ്റി ഹെഡ്, ടോട്ടൽ എനർജി, ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ചോദിച്ചിട്ടുള്ളത് എനർജി പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ്. അതെന്താണ്? വെലോസിറ്റി ഹെഡ്. ഇതല്ലേ ആൻസർ? വെലോസിറ്റി ഹെഡ്. ഓക്കെ, വെലോസിറ്റി ഹെഡ്. നെക്സ്റ്റ്, ഓയിലേഴ്സ് ഇക്വേഷൻ സിംപ്ലിഫൈസ് ടു ബെർണോളിസ് ഇക്വേഷൻ അണ്ടർ വിച്ച് കണ്ടീഷൻ? ഇതിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഏത് കണ്ടീഷനാണ് ഓയിലേഴ്സ് ഇക്വേഷൻ ബെർണോളിസ് ഇക്വേഷനിലേക്ക് മാറുന്നത്? ഇത് ആക്ച്വലി എന്താണ്? അസംഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷനിൽ പഠിച്ചൊരു സാധനമാണ് അല്ലേ? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സ്റ്റഡി ഫ്ലോ ആണ്. ഇൻവിസ്കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിസ്കോസിറ്റി ഇല്ല എന്നർത്ഥം. ഇൻവിസിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കാം കറക്റ്റ് ആൻസർ. ബാക്കി ഓപ്ഷനോടെ നോക്കാം. സ്റ്റഡി ഫ്ലോ ആണ്, വിസ്കസ് ഫോഴ്സ് അല്ല. വിസ്കസ് ഫോഴ്സ് റിയൽ ഫ്ലൂയിഡ്. നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡാണ് എടുക്കുന്നത്. ഐഡിയൽ ഫ്ലൂയിഡിൽ വിസ്കോസിറ്റി 0 ആണ്. ഇവിടെ വിസ്കസ് പറഞ്ഞിട്ടുണ്ട്. കംപ്രസിബിൾ, അപ്പോൾ ഇതുമല്ല. ഇപ്പോൾ ഈ ആൻസർ അല്ല. ഇനി അൺസ്റ്റഡി ഫ്ലോ എന്ന് കേൾക്കുമ്പോഴേ അങ്ങ് വെട്ടിയേക്കാം. അൺസ്റ്റഡി ഫ്ലോ, ഇതും വെട്ടിയേക്കാം. അപ്പോൾ ആൻസർ എന്താണ്? സ്റ്റഡി ഫ്ലോ, ഇൻവിസിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം അനുസരിച്ച് ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് പ്രഷർ? ഓക്കെ, അതായത് ഇപ്പോൾ എൻ്റെ ഒരു ബോഡി ഉണ്ട്, ഒരു ലിക്വിഡ് ഫ്ലോ ആണ്. ഇതാണ് എൻ്റെ ഒരു ഏറ്റവും ലൈൻ എന്ന് വിചാരിക്കുക. ഇതെൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്, ഇതെൻ്റെ സെക്കൻഡ് പോയിൻറ്റ്, പോയിൻറ്റ് നമ്പർ 2. ഇതെൻ്റെ Z1, ഇതെൻ്റെ Z2. ഓക്കെ, ഇതിൽ എൻ്റെ ബെർണോളിസ് ഇക്വേഷൻ വെച്ച് എങ്ങനെ എഴുതാം? P1/ρg + V1²/2g + Z1 ഈക്വൽസ് P2/ρg + V2²/2g + Z2 അല്ലേ? ഇതിൽ Z1 = Z2, കാരണം ഹൈറ്റ് വ്യത്യാസം വരുന്നില്ല.
ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻക്രീസസ്. വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് V2 ഗ്രേറ്റർ ദാൻ V1. അപ്പോൾ പോസിറ്റീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 മൈനസ് V1 വരണം. ഇതാണ് പോസിറ്റീവ് കണ്ടീഷൻ. ഇതാണ് എൻ്റെ പോസിറ്റീവ് കണ്ടീഷൻ. എങ്കിൽ അപ്പോൾ എനിക്ക് ഞാൻ ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് V1 ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നു, P1 മൈനസ് P2. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുന്നത് P1 മൈനസ് P2 ബൈ റോ ജി ഈക്വൽസ് എനിക്ക് എങ്ങനെ എഴുതാടെ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. ഇങ്ങനെ എഴുതിക്കും ഇവിടെ. അപ്പോൾ ഈ കണ്ടീഷൻ എന്താണ്? ഇത് വെലോസിറ്റി കുറയുന്നു, ഇത് വെലോസിറ്റി ആക്ച്വലി ഇത് വെലോസിറ്റി കൂടുന്നു. ഇതെന്ത് ചെയ്യുന്നു? പ്രഷർ അപ്പോൾ എന്താ P1 കുറഞ്ഞ് P2 മാറും അല്ലേ? അത് ഇതല്ലേ, അതുകൊണ്ടല്ലേ ഇത് പോസിറ്റീവ് ആവുന്ന കണ്ടീഷൻ വരുന്നുള്ളൂ. സോ ആക്ച്വലി ആൻസർ എന്തായിരിക്കും? P1 ഡിക്രീസസ്, P1 മൈനസ് P2. ഓക്കെ, അപ്പോൾ ആൻസർ ഡിക്രീസസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെർണോളിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ടു. എവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്? ഒന്ന്, കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണോ? അല്ല. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണോ? അതെ. ബോത്ത് കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ? തെറ്റ്. നൺ ഓഫ് ദീസ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. നെക്സ്റ്റ്, വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് എ യൂണിഫോം ക്രോസ് സെക്ഷൻ. അറ്റ് ദ എക്സ്ട്രീം നാരോ പോർഷൻ ഓഫ് ദ പൈപ്പ് ദ വാട്ടർ വിൽ ഹാവ്. എന്തായിരിക്കും ഇവിടുത്തെ കണ്ടീഷൻ? വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് നോൺ യൂണിഫോം സെക്ഷൻ. യൂണിഫോം സെക്ഷൻ അല്ല. ഓക്കെ, നോൺ യൂണിഫോം സെക്ഷനാണ്. എങ്ങനെ വേണോ ആവാം, ഇങ്ങനെ ആവാം, എങ്ങനെ വേണോ, നോൺ യൂണിഫോം സെക്ഷനാണ്. അറ്റ് ദ എക്സ്ട്രീം നാരോ പോർഷൻ ഓഫ് ദ പൈപ്പ്, അതായത് എക്സ്ട്രീം നാരോ, ഇതിങ്ങനെ എക്സ്ട്രീം നാരോ, അതായത് ഏറ്റവും ചെറിയ രീതി, ചെറുതിലോട്ട് വരുന്നു, എക്സ്ട്രീം നാരോ. ഇതാണ് എൻ്റെ എക്സ്ട്രീം നാരോ പോർഷൻ ഓഫ് ദ പൈപ്പ്. വാട്ടറിന് എന്തായിരിക്കും ഉണ്ടാവുക? ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് എന്താണ്, ഇതാണ് എൻ്റെ ഡേറ്റം. അപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കുന്നില്ല? ഇസഡ് കോൺസ്റ്റൻ്റ് ആണ്. സോ എനിക്ക് എൻ്റെ ഇക്വേഷൻ, ബെർണോൾസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? P1 ഇതാണ് എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ, ഇതാണ് എൻ്റെ സെക്കൻഡ് കണ്ടീഷൻ. എങ്കിൽ P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് Z1 ഈക്വൽസ് P2 ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ബൈ 2G പ്ലസ് Z2. ഓക്കെ, ഇതിൽ Z1 Z2 സെയിം ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഈ 1ൽ നിന്ന് 2ൽ എടുക്കുമ്പോഴത്തേക്കും എന്താണ് എൻ്റെ ഏരിയ എന്ത് വരുന്നു? കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തായിരുന്നു? A1 V1 ഈക്വൽസ് A2 V2. ഇതല്ലേ എൻ്റെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതായത് ഇവിടെ എൻ്റെ ഏരിയ കൂടുന്നു, ഇവിടെ എൻ്റെ ഏരിയ കൂടുതലാണ്. അപ്പോൾ ഏരിയ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നാണല്ലേ അർത്ഥം. അതായത് AV ഈക്വൽസ് കോൺസ്റ്റൻറ്റ് എന്നാണ് അർത്ഥം. ഏരിയ ഇൻറ്റു വെലോസിറ്റി. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം അല്ല, ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഈ ഏരിയ ഇൻറ്റു വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ A ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നെനിക്ക് പറഞ്ഞുകൂടെടാ. ഓക്കെ, A ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ് എങ്കിൽ ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി എന്താണ് അവിടെ? ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ പോയിൻ്റ് എന്താണ്? വെലോസിറ്റി കുറവാണ്. അപ്പോൾ ഈ പോയിൻ്റ് എന്തായിരിക്കും? വെലോസിറ്റി കൂടുതലാണ്. ഇനി മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, വെലോസിറ്റി കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പ്രഷറിന് എന്ത് പറ്റും? നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതായത് P1 ബൈ റോ ജി മൈനസ് P2 ബൈ റോ ജി ഈക്വൽസ് V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G മൈനസ് V1 സ്ക്വയർ ബൈ 2G. ഇങ്ങനൊരു ഇക്വേഷൻ ഞാൻ തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വെലോസിറ്റി കൂടുമ്പോൾ അവിടെ പ്രഷർ എന്ത് പറ്റൂടാ? കുറയും. അപ്പോൾ എന്തായിരിക്കും അവിടെ? ലീസ്റ്റ് പ്രഷർ ആൻഡ് മാക്സിമം സ്പീഡ്. ക്വസ്റ്റ്യനിൽ മാക്സിമം പ്രഷർ അല്ല, ലീസ്റ്റ് പ്രഷർ ആൻഡ് മാക്സിമം സ്പീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ വെഞ്ചുറി-മീറ്റർ ദ ഏരിയ ഓഫ് ദ നാരോ നെക്ക് ഈസ് 1/3 ഓഫ് ദ ബ്രോഡ് നെക്ക്. ഇതൊരു AE ലെവൽ, SSC JE ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. The density of the incompressible fluid flowing in the Venturi-meter is rho and the velocity of the fluid at the narrow neck is V. Find the pressure difference between broad neck and narrow neck. രണ്ടും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
അതായത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ്, ഇതാണ് എൻ്റെ ഒരു ഇതെൻ്റെ ഒരു വെഞ്ചുറി മീറ്ററാണ്, ഇതെൻ്റെ ഒരു വെഞ്ചുറി മീറ്ററാണ്. വെഞ്ചുറി മീറ്ററിൽ ഞാൻ ഈ ഫസ്റ്റ് സെക്ഷൻ അതായത് എൻ്റെ എന്താണ് എൻ്റെ ബ്രോഡ് നെക്കിനെ ഞാൻ 1 എന്നും എടുത്തു, എൻ്റെ നാരോ നെക്കിനെ ഞാൻ 2 എന്നും എടുത്തു. ഓക്കെ, എങ്കിൽ A2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ, ക്വസ്റ്റ്യനിൽ എന്താണ് A2 ഈക്വൽസ് എന്താണ് A1/3 എന്നല്ല ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതായത് ഏരിയ ഓഫ് നാരോ നെക്ക് ഈസ് 1/3 ഓഫ് ദ ബ്രോഡ് നെക്ക്, അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്. A2 ഈക്വൽ ടു A1/3. നമുക്ക് എങ്കിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലേ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ വഴി A1 V1 ഈക്വൽസ് A2 V2 അല്ലേ, എങ്കിൽ A1 ഈസ് ഈക്വൽ ടു A2 ഈസ് ഈക്വൽ ടു A1/3 അല്ലേ, എങ്കിൽ A1 V1 അതായത് നമുക്ക് എവിടത്തെ വി എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് വി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് നാരോ നെക്കിലെ വി ആണ്, നാരോ നെക്കിലാണ് വി എടുത്തിരിക്കുന്നത്. അപ്പോൾ സോ നമ്മൾ ഇൻ ടേംസ് ഓഫ് V2ലിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. V2 ആണ് വി. സോ നമ്മൾ V2 ആക്ച്വലി അപ്പോൾ A1 V1 ഈക്വൽസ് A2 എന്താണ്, A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1/3 ഇൻറ്റു V2. സോ A1 ക്യാൻസൽ ചെയ്യാം. സോ V1 ഈക്വൽസ് എനിക്ക് എന്ത് കിട്ടും, V2/3 എന്നെനിക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബെർണോളിസ് ഇക്വേഷനിലോട്ട് പോവാം. ബെർണോളിസ് ഇക്വേഷൻ എന്താണ്, P1/ρg പ്ലസ് V1/2g പ്ലസ് Z1 ഈക്വൽസ് P2/ρg പ്ലസ് V2/2g പ്ലസ് Z2 അല്ലേടെ. ഇതിൽ Z1 വെഞ്ചുറി മീറ്റർ ആണ്, സ്ട്രെയിറ്റ് ആണോ ഇൻക്ലൈൻഡ് ആണോ എന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. സോ എന്താണ് എൻ്റെ Z1 ഈസ് ഈക്വൽ ടു Z2. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഇതിലെനിക്ക് ഒന്ന് പ്രഷർ ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ, പ്രഷർ ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ P1 - P2 ഡിവൈഡഡ് ബൈ ρg ഈക്വൽസ് V2² - V1² ഡിവൈഡഡ് ബൈ 2g അല്ലേടെ. ഇതിൽ V2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം എനിക്ക്, സോ എനിക്കെല്ലാം V2ൽ വരണം. സോ V1 എനിക്കെല്ലാം V2, കാരണം ഈ V2നെയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ V എന്ന് തന്നിട്ടുള്ളത്. നാരോ നെക്കില വെലോസിറ്റി ഓഫ് ഫ്ലോ എന്താണ് എനിക്ക് V എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ എഴുതാം, സോ എനിക്ക് എങ്ങനെ എഴുതാം, V2² മൈനസ് ഈ V1 എന്താണ് V2² ഡിവൈഡഡ് ബൈ 9 ഡിവൈഡഡ് ബൈ 2g. എനിക്കിങ്ങനെ എഴുതിക്കൂടെ. ഓക്കെ, എങ്കിൽ എനിക്കിതിനെ വീണ്ടും എഴുതാമല്ലോ. ഈ 9 അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 V2² മൈനസ് V2² ഡിവൈഡഡ് ബൈ എന്താണ് 18g എന്നെനിക്ക് എഴുതാം. ഇതിൽ ഈ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും മാറും 18g ആണ്. ഓക്കെ, ഈ 9ന് 8 V2² ഡിവൈഡഡ് ബൈ എന്താണ് 9g. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് P1 - P2 ആണ്. സോ P1 - P2 ഈക്വൽസ് എനിക്ക് എങ്ങനെ എഴുതാം, ρg ഇൻറ്റു 8 V2² ഡിവൈഡഡ് ബൈ എന്താണ് 9g. സോറി 9 അല്ല, ആക്ച്വലി 18, ഇവിടെ ഒരു 18 ആണ്. സോറി, എൻ്റെ മിസ്റ്റേക്കാണ്, മൈ മിസ്റ്റേക്ക്. ഇവിടെ ഒരു 18g ആണ്. ഓക്കെ, ഇതിലെനിക്ക് 2 ടൈംസ് കട്ട് ചെയ്താൽ 4, ഇവിടെ 9 ആവും. ജിയും ക്യാൻസൽ ആവും. സോ എന്താണ് 4/9 എന്താണ് V2². ഇതാണ് പ്രഷർ ഡിഫറൻസ്. 4/9 ഉണ്ടാടെ, 4/9 അതാ കിടക്കുന്നു, 4/9 ρv². ഓക്കെ, 4/9 ρv2². ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു AE ലെവലിൽ അല്ലെങ്കിൽ SSC JE ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സിലബസ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വാട്ടർ ഫ്ലോസ് ഇൻ എ ഹൊറിസോണ്ടൽ ട്യൂബ്, ഒരു ഹൊറിസോണ്ടൽ ട്യൂബിൽ പോകുന്നുണ്ട്. ദ പ്രഷർ ഓഫ് വാട്ടർ ചേഞ്ചസ് ബൈ 6000 Nm/m². അപ്പോൾ P1 - P2 നമുക്ക് എത്ര അറിയാടെ, 6000 Nm/m² എന്നറിയാം. ബിറ്റ്വീൻ A and B where the area of cross section are 40 cm² and 20 cm² respectively. അപ്പോൾ എന്താണ് ഏരിയ അറ്റ് A ഈക്വൽസ് 40 cm². അപ്പോൾ അതിനെനിക്ക് യൂണിറ്റ് മാറ്റണം. എല്ലാം മീറ്ററിലാണ് ഇവിടെ കിടക്കുന്നത്, എനിക്ക് എല്ലാം മീറ്ററിലോട്ട്
മാറ്റിക്കോളണം. ഏരിയ അറ്റ് ബി ഈക്വൽസ് എനിക്ക് എങ്ങനെ എഴുതാടെ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 20 ഈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ 40 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയറും എങ്ങനെ എഴുതാം? ഇവിടെ എനിക്ക് 20 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ എന്നും എനിക്ക് എഴുതാം. ഓക്കെ, ഇനി ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ ട്യൂബ്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിസ്ചാർജ് ക്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഒരു പൈപ്പിൽ കൂടെയുള്ള ഫ്ലോ ആണ്, വെഞ്ചുറി-മീറ്ററോ ഒന്നുമല്ല. അപ്പോൾ ആ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഒരു ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഏരിയ ഇത് എവിടത്തെ ഒന്നുകിൽ എ ഇൻറ്റു വി എ എന്നും എനിക്ക് എടുക്കാം, അതല്ല എങ്കിൽ എ ബി ഇൻറ്റു വി ബി ഇങ്ങനെയും എടുക്കാം. ഏത് വേണം, ഇക്വേഷൻ വേണം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഏരിയ വെലോസിറ്റി അറ്റ് എ കണ്ടുപിടിച്ചില്ല, ഏരിയ ഓഫ് എ ഉണ്ട്, വെലോസിറ്റി അറ്റ് എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായി? ബാക്കിയുള്ള എല്ലാ സാധനങ്ങളുമായി. പക്ഷേ വെലോസിറ്റി അറ്റ് എ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ടാസ്ക് ഉണ്ട്. അതായത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ A1 V1 അല്ലെങ്കിൽ AA VA ഈക്വൽസ് AB VB. ഇനി VAA തന്നിട്ടുണ്ടല്ലേ, ഏരിയ അറ്റ് എ 14 10⁻⁻⁴, ബിയും തന്നിട്ടുണ്ട്. സോ എനിക്ക് എങ്ങനെ എഴുതാം? എനിക്ക് ഇൻ ടേംസ് ഓഫ് VA എനിക്ക് എങ്ങനെയാണോ കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ എല്ലാം ഇൻ ടേംസ് ഓഫ് VAയിലാക്കി. എങ്കിൽ VA ഈക്വൽസ് AB ഡിവൈഡഡ് ബൈ AA ഇൻറ്റു VB. AB ഇവിടെ എന്താണ് എനിക്കുള്ളത്? AB എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 10⁻⁻⁴ ഡിവൈഡ് ബൈ 40 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു VB അല്ലടാ. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്തായി? 2 എന്ന് കിട്ടും. സോ VA ഈക്വൽസ് VB ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PA ബൈ ρg പ്ലസ് VA² ബൈ 2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു PB ബൈ ρg പ്ലസ് VB² ബൈ 2g പ്ലസ് Z2. സോ Z1ഉം Z2ഉം എനിക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി PA എനിക്ക് പ്രഷർ ഡിഫറൻസ് PA മൈനസ് PB ആണ് എനിക്ക് ആക്ച്വലി എന്ത് തന്നിട്ടുള്ളത്? 6000 തന്നിട്ടുള്ളത്. സോ എന്താണ്? PA മൈനസ് PB ഡിവൈഡഡ് ബൈ ρg ഈക്വൽസ് VB² മൈനസ് VA² ഡിവൈഡ് ബൈ 2g. ഈ PA മൈനസ് PB എന്ത് തന്നിട്ടുണ്ടേ? 6000 ഡിവൈഡഡ് ബൈ റോ എത്ര? റോ ഓഫ് വാട്ടർ 1000 തന്നിട്ടുണ്ട് ഇൻറ്റു ജി ആയിട്ട് തന്നെ കിടക്കട്ടെ, നമുക്ക് പിന്നീട് മാറ്റാം, കാരണം ഇവിടെ ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ ഇപ്പോഴേ നമുക്ക് ക്യാൻസൽ ചെയ്തേക്കാം, ഇത് രണ്ടും ഇപ്പോഴേ ക്യാൻസൽ ചെയ്തു. സോ എന്താണ്? 6000 ഡിവൈഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു VB² മൈനസ് എന്താണ്? VB ബൈ 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ഇല്ല, ജി നമുക്ക് നേരത്തെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇതിൽ VB ബൈ 2 ദ ഹോൾ സ്ക്വയർ എനിക്ക് VB² ബൈ 4 എന്ന് എനിക്ക് എഴുതിക്കൂടെ ഇല്ലേ? അപ്പോൾ 6000 ഡിവൈഡ് ബൈ ഇതിനെനിക്ക് മാറുമ്പോഴത്തേക്കും 6 ആവും. അപ്പോൾ 6 ഈക്വൽസ് എന്താണ്? VB² മൈനസ് VB² ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ എനിക്ക് എങ്ങനെ എഴുതാം? 2 അല്ലേ? ഈക്വൽസ് ഈ 6 ഇൻറ്റു 2 എന്തായി? 6 ഇൻറ്റു 2 എനിക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 2 ഇതിനെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും 12 ഈക്വൽസ് എന്താണ്? VB². അപ്പം എന്താണ്? 3VB² ബൈ 4 എന്ന് എനിക്ക് എഴുതിക്കൂടെ ഇല്ലേ? ഈക്വൽസ് എനിക്ക് VB² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3. 12ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 3ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. സോ എനിക്ക് ഇൻ എഫക്റ്റ് VB ഈക്വൽസ് എന്ത് കിട്ടും ഇവിടെ? 4 എന്ന് കിട്ടും. VB ഈക്വൽസ് 4 എങ്കിൽ അവിടുത്തെ ഡിസ്ചാർജ്, അപ്പോൾ ഡിസ്ചാർജ് ഈക്വൽസ് എന്താണ്? ഞാനെനിക്ക് VB അല്ലേ കിട്ടിയത്. സോ AB ഇൻറ്റു VB എന്താണ്? AB ഇൻറ്റു VB ഈക്വൽസ് AB എന്താണ്? AB എന്താണ്? അല്ല സോറി, AB എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. കാരണം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തിലാണ് ചോദിച്ചിരിക്കുന്നത്? ഇവ എല്ലാ യൂണിറ്റും ശ്രദ്ധിച്ച് നോക്കിയോ, സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സോ എന്താ? 20 ഇൻറ്റു എല്ലാ സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻറ്റു വെലോസിറ്റി ആയിട്ട് B 4 എന്താണ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലാണ്, അല്ലെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് എനിക്ക് കിട്ടുന്നത് ഈ 4 കിട്ടിയിരിക്കുന്നത്.
ഇതിനെനിക്ക് മാത്രം എന്ത് മാറ്റണം 20 ഇൻറ്റു എന്താക്കണോടെ 400 മീറ്റർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലോട്ട് മാറ്റണം. ഇതിനെ മാത്രമാണേ. മൊത്തത്തിൽ വരുമ്പോഴത്തേക്കും ആക്ച്വലി എന്ത് കിട്ടും 8 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇവിടെ മീറ്റർ സ്ക്വയർ ഇല്ല, ഇവിടെ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. മീറ്റർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് 8000 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, 8000 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. വെഞ്ചുറി-മീറ്റർ ആൻഡ് ഓറിഫൈസ്-മീറ്റർ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്ത് പ്രിൻസിപ്പിളാണ്? ബെർണോളിസ് ഇക്വേഷൻ. എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഷർ ഓഫ് വാട്ടർ ഇൻ എ പൈപ്പ് വെൻ വാട്ടർ ഈസ് നോട്ട് ഫ്ലോയിങ് ഈസ് 0.3 MPa and when the water flows pressure falls to 0.25 MPa. Find the speed of flow of water in meter per second. സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് എൻ്റെ ഒരു പൈപ്പുണ്ട്. ഈ പൈപ്പിൻ്റെ ഇനിഷ്യൽ കണ്ടീഷനിൽ എന്താണ് പി, ഇപ്പോൾ എൻ്റെ ഇത് ഫസ്റ്റ് കണ്ടീഷൻ 1 എൻ്റെ ഈ രണ്ടാമത്തെ പോയിൻറ്റ് 2 എന്നും എടുക്കാം ഈ കണ്ടീഷൻ. എങ്കിൽ P1 ഈക്വൽസ് എന്താണ് 0.3 MPa എന്നാണ് പറഞ്ഞത്. ആ സമയത്തുള്ള എൻ്റെ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0, കാരണം അത് നോട്ട് മൂവിങ് ആണ് അല്ലേ. ഇനി ഇവിടുത്തെ P2 എന്താണ്? P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 MPa ആണ്. P2 0.25 MPa ആണ്. എങ്കിൽ അവിടുത്തെ V2 എന്തായിരുന്നു? വാട്ടർ ഫ്ലോസ് ദ പ്രഷർ ഫോൾസ് ടു 0. ഓക്കെ, അപ്പോൾ V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമല്ലേ? എന്താണ് ഇക്വേഷൻ? P1/ρg plus V1/2 plus Z1 equals P2/ρg plus V2/2g plus Z2. Z1 എനിക്ക് ക്യാൻസൽ ചെയ്യാം. എനിക്കിതിൽ V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ V1 ഇല്ല. V1 ഇല്ലാത്തതുകൊണ്ട് എനിക്ക് V1 ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, എങ്കിൽ P1/ρg എനിക്ക് എങ്ങനെ എഴുതാടാ? വാട്ടർ ആണെന്ന് ഫ്ലൂയിഡ് തന്നിട്ടുണ്ട്. സോ P1 ഈസ് ഈക്വൽ ടു 0.3 ഡിവൈഡഡ് ബൈ 0.3 ഇൻറ്റു മെഗാ പാസ്കലാണ് തന്നിട്ടുള്ളത്. ഇവിടെ മീറ്റേഴ്സ് പോലും മെഗാ പാസ്കലാണ്. അപ്പോൾ 0.3 ഇൻറ്റു എന്താണ് 1 മെഗാ പാസ്കൽ ഈസ് ഈക്വൽ ടു എപ്പോഴും ഓർമ്മിക്കുക 1 മെഗാ പാസ്കൽ ഈസ് ഈക്വൽ ടു 10⁻⁶ പാസ്കൽ. അപ്പോൾ എല്ലാം SI യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ യൂണിറ്റ് നിങ്ങൾ നോക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ തെറ്റാൻ സാധ്യത ഉണ്ട്. എല്ലാം തെറ്റണമെന്നില്ല, പക്ഷേ ഒരു 80% അത് തെറ്റും. ഓക്കെ, യൂണിറ്റ് 0.3 ഇൻറ്റു 10⁻⁶. ഓക്കെ, ഡിവൈഡഡ് ബൈ മൈനസ് P2 എത്രയാണ്? ഈ P2 ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഓക്കെ, P2 ഈസ് ഈക്വൽ ടു എന്താണ് 0.25 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ റോ എത്രയാണ്? ഇവിടെ വാട്ടർ ആണെന്ന് ഫ്ലൂയിഡ് തന്നിട്ടുണ്ട്. സോ എപ്പോൾ എത്രയായിരിക്കും? എൻ്റെ വാട്ടർ ആയതുകൊണ്ട് 1000 ഓക്കെ ഇൻറ്റു G, അത് അവിടെ തന്നെ കിടക്കട്ടെ, ഈക്വൽസ് V2² ഡിവൈഡ് ബൈ 2g. എനിക്ക് ഈ V2 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ Gയും ക്യാൻസൽ ചെയ്തുകൂടെ? സോ എനിക്ക് ഇതിനെങ്ങനെ എഴുതാം? 0.05 ഇൻറ്റു 10⁻⁶ അല്ലേ, 0.0 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽസ് V2² ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടിനും എനിക്ക് ക്യാൻസൽ ചെയ്ത് കൊടുത്ത് 500 ആയി. ഓക്കെ, ഇതിന് രണ്ടിനും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് 10⁻⁴ എന്ന് കിട്ടും. ഈ 5ന് ഇവിടെ ക്യാൻസൽ ചെയ്താൽ 0.01 എന്ന് കിട്ടും. സോ V2² ഈക്വൽസ് ഏകദേശം എനിക്ക് എത്ര കിട്ടൂടാ? V2² ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. സോ V2 ഈക്വൽസ് √100 ഈക്വൽസ് 10 മീറ്റർ പെർ സെക്കൻഡിൽ ആയിരിക്കും ആൻസർ. 10 മീറ്റർ 10 കിടക്കുന്നു. 10 മീറ്റർ പെർ സെക്കൻഡ്. എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആൻസർ. അപ്പോൾ നമ്മൾ ഇതുവരെ കുറച്ച് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ചെറിയൊരു ടോപ്പിക്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതിൻ്റെ കുറച്ച് MCQs അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ട്. അതെല്ലാം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൻ്റെ ലിങ്ക് താഴെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റേതായ ഓരോരോ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് 3 എക്സാംസ് ആണ് ഇതുവരെ ഇപ്പോൾ നിലവിലുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ കേരള യൂണിവേഴ്സിറ്റീസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ അഗ്രോ ഇൻഡസ്ട്രീസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ 3 എക്സാംസിനും ഏകദേശം സെയിം സിലബസ് തന്നെയാണ്. 90% സെയിം സിലബസ് തന്നെ ആയിരിക്കും. ചെറിയ വ്യത്യാസം അതൊക്കെ പിന്നെ നമ്മൾ കൺഫർമേഷൻ വരുമ്പോഴും നമുക്കത് വീണ്ടും കവറപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഈ കോഴ്സ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റി അറിയാനായിട്ട് താഴത്തെ ഗൂഗിൾ ഫോം ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്താൽ മതി. നമ്മുടെ ആൾക്കാരെ നിങ്ങളുടെ ക്യാച്ചപ്പ് ചെയ്തോളൂ. അതിനോടൊപ്പം നിങ്ങൾക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാൻ, നമുക്ക് ആ ആപ്പ് വഴി നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനും പറ്റും. ആ ആപ്പിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.